പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. സന്തോഷത്തോടെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ വെള്ളിയാഴ്ചയുടെ ഈ രാത്രി നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം അമ്മ ഈ സന്ധ്യാസമയം ദൈവത്തെ ആരാധിപ്പാൻ നമ്മളെ കൂട്ടിവരുത്തിയ ആ ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായി നന്ദിയോട് വാഴ്ത്താം. ആമേ, അനേകർക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു, ദൈവം നമ്മളെ ഓർത്തത് കൊണ്ടാണ്. ആമേ, വചനം പറയുന്നു, യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേ, അനുഗ്രഹിക്കപ്പെട്ട ആ വർഷിപ്പനായി സ്തുതിക്കുന്നു. അവരുടെ ഡോക്ടർ ജെറി ഒത്തിരി പാട്ട് കട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേ, ഇന്ന് പകൽക്കാലം ഇച്ചിരി സമയം മുന്നോട്ട് പോയാലും നിങ്ങൾ ദൈവനാമത്തിൽ ക്ഷമിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേ, ഇന്ന് പകൽക്കാലം നമുക്ക് അഡ്വാൻസ് ആയിട്ട് പറയും, ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് പകൽക്കാലം നമ്മുടെ സഭയിൽ നടക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അത് വിശ്വസിച്ച് ഏറ്റെടുക്കുവാനായിട്ട് കഴിയും? ആമ വന്നതുപോലെ അല്ല, ആമ ജീവൻ പ്രാപിച്ച് ആത്മാവിന്റെ ഒരുക്കത്തോടെ, ആത്മാവിന്റെ അഭിഷേകത്തോടെ ഇന്ന് രാത്രി കടന്നു പോകുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നത് ദൈവത്തെ സ്തുതിച്ചാണ്. ആമ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട വചനം ചിന്തയ്ക്കായിട്ട് എല്ലാവർക്കും അറിയുന്നതായ ഒരു വചനം വായിച്ചുകൊണ്ട് തുടങ്ങാം. ഉൽപ്പത്തി പുസ്തകം, ജെനസിസ് ചാപ്റ്റർ 24 വേഴ്സ് 21. ഉൽപ്പത്തി 24-21. Praise the Lord. Hallelujah. Thank you, Lord Jesus. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം അതിന്റെ 21. ആ പുരുഷൻ, അത്രയും മതി. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി. ഇന്നത്തെ സബ്ജക്റ്റ് ഉറ്റുനോക്കി. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ചു എല്ലാ മക്കളും ദൈവമക്കളും പ്രാർത്ഥിച്ചാട്. അടിയന്റെ സ്വയമേ സംസാരിക്കാനായിട്ട് കഴിയുകയില്ല. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. വളരെ നാൾക്ക് ശേഷം ദൈവവചനവുമായി നിൽപ്പാൻ ഇങ്ങനൊരു സാവകാശം ദൈവന്റെ ജീവിതത്തിൽ തന്നു. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. എൻ്റെ സ്വന്തം ബുദ്ധി എന്നല്ല എന്ന് പറയാൻ പോകുന്നത്. ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരം. പൗലോസ് പറഞ്ഞതുപോലെ, ഞങ്ങൾ വായ തുറക്കുമ്പോൾ എൻ്റെ നാവിനുമേൽ വചനം കിട്ടേണ്ടതിന് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവ് നൽകപ്പെട്ട വചനം, അങ്ങയുടെ ആത്മാവിനെ എഴുതപ്പെട്ട വചനം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ ഈ എളിവനെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൂടെ നിന്ന് സംസാരിക്കണമേ. അടിയനോട് സംസാരിക്കണമേ. ജനത്തോട് സംസാരിക്കണമേ. ഈ വചനം കേൾക്കുമ്പോൾ ചിലരുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക അനുഭവം ഉണ്ടാവുവാൻ സഹായിക്കണമേ. ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. ചില കെട്ടുകൾ പൊട്ടിയെറിയുവാൻ സഹായിക്കണമേ. ചില ബന്ധങ്ങൾ അഴിഞ്ഞുമുറാൻ സഹായിക്കണമേ. ചില ദുഃഖത്തിന് ആശ്വാസം ഇടയാക്കണമേ. ചില നഷ്ടങ്ങൾ ലാഭമായി തീർവാൻ സഹായിക്കണമേ. അടഞ്ഞിരിക്കുന്ന വഴികൾ തുറക്കപ്പെടാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഈ ബിൽഡിങ്ങിനെയും പരിസരത്തെയും യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. തിരുവില്ലാത്ത ഒരു വ്യക്തിയുടെ ശ്രമിപ്പാടിയാക്കല്ലേ. അങ്ങനെ ദൂതന്മാരെ കാവിച്ചതിനായി സ്തുതിക്കുന്നു. എല്ലാം മാനവും മഹത്വം അങ്ങേക്ക് തരുന്നു. പ്രാർത്ഥനയായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടി വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം എൻ്റെ ചരിത്രം എന്താണെന്ന്. അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തു, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സമയമായിരുന്നപ്പോൾ അത് വാഗ്ദത്ത സന്തതിയാവുന്ന ഇസ്ഹാക്ക് ജനിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ചില വാഗ്ദത്തങ്ങൾക്കെതിരെ നിൽക്കുന്ന പിശാചിനെ ഇന്ന് പകൽക്കാലം നാം ജയിച്ചിട്ടേ ഇവിടുന്ന് പോകാമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്ക് ജനിച്ചു. ഇസ്ഹാക്കിന്റെ അമ്മ സാറ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇസ്ഹാക്ക് അതിദുഃഖത്തിൽ നിൽക്കുമ്പോൾ അബ്രഹാം തൻ്റെ ദാസനായ എലയാസറിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ പോയി എൻ്റെ ചാർച്ചക്കാരിടയിൽ നിന്ന് ഒരു പെണ്ണിനെ എൻ്റെ മോന് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടിയാണ്. അങ്ങനെ ഈ എലയാസർ എന്ന് പറയുന്ന ദാസൻ എങ്ങോട്ട് പോയി? മെസൊപ്പൊത്താമ്യയിൽ ലാബാന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുന്നതിന് മുമ്പേ എലയാസർ പ്രാർത്ഥിച്ചുകൊണ്ട് പോയ, അബ്രഹാമിന്റെ ദൈവമായ എൻ്റെ യജമാന്റെ ദൈവമായ യഹോവേ, എൻ്റെ കാര്യം സാധിപ്പിച്ചു തരണമേ. ഞാൻ ചെല്ലുമ്പോൾ അവൾ ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് ചോദിക്കണം, എൻ്റെ ഒട്ടകങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നവൾ ആയിരിക്കണം എന്ന് പറഞ്ഞു പോകുമ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ മെസൊപ്പൊത്താമ്യയിൽ എത്തി എലയാസർ അവിടെ നിൽക്കുമ്പോഴാണ് റെബേക്ക തൻ്റെ ആടുകൾക്ക് വേണ്ടി വെള്ളം കൊടുക്കുവാനായിട്ട് കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കണ്ടുമുട്ടി
അപ്പൊ ഈ റെബേക്ക ഇദ്ദേഹത്തോട് പറയാണ്, ഞാൻ നിന്റെ ഒട്ടകങ്ങൾക്കും വെള്ളം കോരി കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മനസ്സിലായി, എലിയാസർ മനസ്സിലായി, ഇത് തന്നെ എൻ്റെ യജമാനന്റെ അല്ലെങ്കിൽ ഇസഹാക്കിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു പൈതൽ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, അപ്പൊ എലിയാസർ നിഴലാട് നിൽക്കുന്നത് എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന്റെ നിഴലാട് നിൽക്കുകയാണ്. ഇസഹാക്ക് യേശുവിന്റെ നിഴലാട് നിൽക്കുമ്പോൾ റിബേക്ക ആകുന്ന നമ്മൾ സഭയാകുന്ന മണവാട്ടി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം യേശുവിന്റെ നാമം പറയുകയാണ്, പരിശുദ്ധാത്മാവ് അവളെ ഉറ്റുനോക്കി. ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവ് സഭയെ ഉറ്റുനോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട മണവാട്ടിയായ സഭ നമ്മൾ ഓരോരുത്തരും, നമ്മളെ ആര് നോക്കുന്നു? പരിശുദ്ധാത്മാവ് ഉറ്റുനോക്കി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറയുന്നത്, പുരുഷൻ അവളെ, ഈ എലിയാസർ അവളെ ഉറ്റുനോക്കി. എന്തുവാ? അവളെ ഉറ്റുനോക്കി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇസഹാക്കിന് വേണ്ടി റെബേക്കയെ ഈ എലിയാസർ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, വാഗ്ദത്തം കിട്ടിയ ദൈവമക്കൾ ഇന്ന് കേൾക്കാൻ മിണ്ടാതിരിക്കരുത്. വാഗ്ദത്തം നിനക്കുണ്ടെങ്കിൽ വാഗ്ദത്തം നിറവേറ്റുവാൻ ഒരു എലിയാസർ നിന്റെ ഉണ്ട്. ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ എവിടെ ഒതുങ്ങിയിരുന്നാലും എവിടെ മറഞ്ഞിരുന്നാലും അത് നിന്റെ മുമ്പിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തത്തെ ഒതുക്കി വെക്കാൻ നോക്കുന്ന ചില ശത്രുക്കളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇസ്ഹാക്ക് എന്ന വാഗ്ദത്ത സന്തതിയിൽ ജനിച്ച ഇസ്രായേൽ മക്കൾ മിസ്രയീമിലേക്കും അടിമയായി പോയെങ്കിലും കാലതാമസം താമസമെന്നേ അവരുടെ കഷ്ടത കണ്ടു അവിടെ നിലവിളി കേട്ടു എന്ന് യഹോവ പറഞ്ഞ് മോശയെ അയച്ച അടിമത്തത്തിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ചെങ്കടൽ കടന്നു. പ്രൈസ് ദി ലോർഡ്. ചെങ്കടൽ കടന്നു. ചെങ്കടൽ എന്തിനു മുൻകുറിയാട് നിൽക്കുന്നു? ഒരു സ്നാനത്തിന്റെ മുൻകുറിയാണ്. ഇസ്രായേൽ ജനം ചെങ്കടൽ കൂടി കടന്നപ്പോൾ അത് സ്നാനത്തിന് മുൻകറി ആയെങ്കിൽ അവിടെ നിന്ന് അവർ ഒതുക്കിക്കളവാൻ വേണ്ടി ശത്രു പദ്ധതിയിട്ടു. ഫറവോനും സൈന്യവും അവന്റെ പിന്നാലെ വന്നപ്പോൾ ഉൽപ്പത്തി പുസ്തകം എക്സോഡസ് 14:24, എക്സോഡസ് 14:24, യഹോവയാ ദൈവം അഗ്നിമേഘ സമ്പത്തിൽ നിന്ന് ഒന്ന് നോക്കി. പ്രൈസ് ദി ലോർഡ്. എക്സോഡസ് 14:24. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സമ്പത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ ഒന്ന് നോക്കി. പ്രൈസ് ദി ലോർഡ്. പ്രഭാതയാമത്തിൽ എക്സോഡസ് 14:24. പ്രഭാതയാമത്തിൽ യഹോവ മേഘസ്തംഭത്തിൽ നിന്ന് മിസ്രയീം സൈന്യത്തെ നോക്കി. ദൈവത്തിന്റെ ജനമേനെ കേൾക്കുന്ന പൈതലവേ, ഇതാ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നക്കരെ എത്തിയപ്പോൾ അവരെ ഇപ്പം ആക്രമിച്ച് കീഴ്പ്പെടുത്തും പറയുന്ന ഒരു ഫറവോനും സൈന്യം. എന്താ? നിന്റെ വാഗ്ദത്തത്തിനെതിരെ പോരാടുന്ന ഒരു ശത്രുവിനെ എന്റെ ദൈവം നോക്കിയിരിക്കത്തില്ല. ഇപ്പോൾ അവരെ പിടിച്ചു മുക്കിക്കളയെന്ന് വിചാരിച്ച സമയത്ത് യേശു തമ്പുരാൻ, യഹോവ ദൈവം അവിടെ നിന്നുകൊണ്ട് ഈ സൈന്യത്തെ ഒന്ന് നോക്കി. നമ്മൾ കുറിവാക്യം എന്താണ്? എലിയാസർ റെബേക്കയെ ഉറ്റുനോക്കി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നമുക്ക് അനേക വാഗ്ദത്തങ്ങളുണ്ട്. സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ നിങ്ങളോട് പറയുകയാണ്, ഇൻക്ലൂഡിംഗ് ബീബൻ പറയുകയാണ്, സ്നാനപ്പെട്ട് ഇതാ ചെങ്കടൽ കടന്നു പോയ ജനം അവർ സ്നാനപ്പെട്ടതിന് തുല്യമാണെന്ന് വചനം പറയുമ്പോൾ നിന്റെ തകർത്ത് കളവാൻ നോക്കുന്ന ഒരു ഫറവോന ശക്തികളുണ്ട്. ഇന്ന് പിൽക്കാലം യേശുവിലേക്ക് നോക്കിക്കേ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ മിണ്ടാതിരിക്കരുത്. നിങ്ങൾ സ്തോത്രത്തിൽ ജാഗരിച്ചുകൊണ്ടിരിക്കണം. സ്നാനപ്പെട്ട കുഞ്ഞുങ്ങൾ അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളെ ഒതുക്കി കളയുവാൻ നോക്കുന്ന ഒരു മിസ്രയീം ശക്തിയുണ്ട്. ഫറവോൻ എന്താ? ഇവർ അക്കരെ പോകല്, ഇവർ ഈ ചെങ്കടൽ താത്തിക്കളയണം. എന്നാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമേ, ദൈവത്തിന് നോക്കിയിരിക്കാൻ കഴിയില്ല. ദൈവം അവിടെ നിന്ന് മേഘസ്തംഭത്തിൽ നിന്ന് ഫറവോന്റെ സൈന്യത്തിൽ നോക്കിയിട്ട് ഒന്ന് നോക്കിയതേ ഉള്ളൂ, അവരുടെ രഥചക്രങ്ങളെ ഉഴലുമാറാക്കി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലക്കാലം എത്ര മുഴുവലത്തോടെ കടന്നു വന്നാലും ഒന്ന് ഓർത്തുകൊള്ളണം, എന്റെ ദൈവം അവരെ ഒന്ന് നോക്കിയാൽ, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്ന് വചനം പറയുന്ന പോലെ മിസ്രയീം സൈന്യം യഹോവ നോക്കിയപ്പോൾ അവർ പിന്നെ പൊങ്ങിയത് ശവമായിട്ടാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് നീ ഉറ്റുനോക്കേണ്ടവനെ ഉറ്റുനോക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എവിടോട്ടാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്? വചനം പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലെ മനുഷ്യനിലേക്ക് ഉറ്റുനോക്കിയാൽ ഒരുപക്ഷെ ചിലർ നമ്മൾ കൈവിടും. എന്നാൽ ഉറ്റുനോക്കേണ്ടവനെ ഉയരത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ
എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അന്ന് നിന്റെ വായ കൊണ്ടൊന്ന് പറ, നിന്റെ വായ കൊണ്ട് പറ, വചനം നിന്റെ സമീപമാണ്, വചനം നിന്റെ സമീപമാണ്, വചനം കൊണ്ട് ഉരുവിട്. ഞാൻ പർവ്വതങ്ങളെ ഉയർത്തുന്നു. എന്റെ സഹായം, എന്റെ സഹായം, എന്റെ കുടുംബത്തിന്റെ സഹായം, എന്റെ തലമുറയുടെ സഹായം, എന്റെ സഭയുടെ സഹായം, എന്റെ ദേശത്തിന്റെ സഹായം, എന്റെ രാജ്യത്തിന്റെ സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവയുടെ സന്നിധിയിൽ നിന്ന്. ഏൽപ്പിച്ചു ദൈവത്തിന്റെ പൈതലേ, സ്തോത്രത്തിൽ ജാഗരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സാമേ നാവ് കൊണ്ട് യേശുവിനോട് പറ, ദൈവമേ എന്റെ സഹായത്തിനായി അങ്ങ് കടന്നു വരണമേ. ഗ്ലോറി, യേശുവിന്റെ മഹത്വം. നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോകാം. ഇന്ന് കാലം ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടേ കുഞ്ഞുങ്ങൾ പോകാവുള്ളൂ, കുഞ്ഞുങ്ങൾ പോകാമുള്ളൂ. കാരണം എന്താണ്? നിങ്ങൾ അടുത്ത ഘട്ടത്തിൽ ചെല്ലുമ്പോൾ ചില ഉറ്റുനോക്കുന്ന ചില നിങ്ങളെ പിൻപറ്റുന്ന ചില മിശ്രമ ശക്തികൾ കാണും. സ്നാനപ്പെട്ട ജനത്തെ ചെങ്കടൽ കടന്ന് ജനത്തെ തകർത്തുവാൻ നോക്കിയ പറവോനെ ദൈവം മാറ്റിയെങ്കിൽ, തകർത്തു കളഞ്ഞുവെങ്കിൽ, എന്നെയും നിന്നെയും തൊടുന്നവർ, നമ്മളെ തൊടുന്നവർ യഹോവയുടെ കൃഷ്ണമണിയെ തൊടുന്നു. നമ്മളെ തൊടുന്നവർ, നമ്മൾക്കെതിരെ പറയുന്നവർ ആർക്കെതിരെ പറയുന്നു ചിന്തിക്കണം. നമുക്ക് ഒരു ദൈവത്തിനെതിരെ, ഒരു ദൈവദാസനെതിരെ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ആരെ തൊടുന്നു? യഹോവയുടെ കൃഷ്ണമണിയെ തൊടുന്നു. ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന് ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ എന്തുമായിക്കോട്ടെ, ഒരുപക്ഷെ മനുഷ്യനോട് പറയാൻ കഴിയാത്ത ചില ഭാരങ്ങൾ, ചില സംഭവങ്ങൾ, ചില പ്രതികൂലങ്ങൾ എൻ്റെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. എന്നാൽ യേശുവിലേക്ക് ഉറ്റുനോക്കുകയാണ്. യേശുവിലേക്ക് ഉറ്റുനോക്ക്, തക്ക സമയത്ത് മറുപടി തരും. പത്രോസ് പറയുന്നത് പോലെ റൈറ്റ് ടൈം ഉണ്ട് എല്ലാത്തിനും. എവരി സിറ്റുവേഷൻ ഹാവ് റൈറ്റ് ടൈം ഉണ്ട്. തക്ക സമയത്ത് അത് ഉയർത്തേണ്ട ദൈവകരങ്ങളെ താഴ്ത്തി കൊടുക്കുക. നമുക്ക് മുന്നോട്ട് പോവാം. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഉറ്റുനോക്കുക. പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് പോട്ടെ. മൂന്നാമത്തെ ലൂക്കോസ് 14:16, ലൂക്ക് ചാപ്റ്റർ 4:16. പതിവ് പോലെ യേശു വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ലൂക്ക് 4:16. എന്തുവാണ് നാം പറഞ്ഞത്? പ്രൈസ്. ഇത്രയും മതി. അവൻ വളർന്ന നസ്രയത്തിൽ ആര് വന്നു? യേശു വന്നു. ശബ്ദത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുതും. ഓക്കെ, അവിടെ പതിവിനെ അണ്ടർലൈൻ ചെയ്യണേ. പതിവ് പോലെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പതിവുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഡോക്ടറുകൾ പറഞ്ഞതുപോലെ താഴ്മയോടെ ദൈവമെന്ന സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്തിട്ട് ഈ ലോകത്തിലേക്ക് വന്ന യേശു ജനിച്ചു വളർന്ന ആ നസ്രയത്തിലെ പള്ളിയിൽ ചെന്ന് ശബത്തിൽ താൻ ചെയ്തു വരുന്നത് പോലെ, പതിവ് പോലെ നമ്മുടെ കുടുംബത്തിൽ നമുക്കൊരു പതിവുണ്ട്. ലോറി എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് ശോധന ചെയ്യും. യേശു തമ്പുരാൻ ഒരു പതിവ് പോലെ, യേശുവിന് അതിന് വേണ്ട, പക്ഷേ യേശു കർത്താവ് നമുക്ക് വേണ്ടി ഒരു മാതൃക കാണിച്ചു തന്നിട്ട് പോയി. താൻ ശബത്തിൽ പള്ളിയിൽ ചെന്ന് പതിവ് പോലെ പുസ്തകം തുറന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ നമുക്ക് എന്തെങ്കിലും ഈ വചന ധ്യാനത്തിൽ ഒരു പതിവുണ്ടോ? പ്രാർത്ഥനയിൽ, കുടുംബ പ്രാർത്ഥന ഒരു പതിവുണ്ടോ? പതിവ് പോലെ അവൻ പുസ്തകം തുറന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചപ്പോൾ പള്ളിയിൽ ഇരുന്ന സകലരുടെയും കണ്ണ് അവന്മേൽ പതിഞ്ഞു. അതിന് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഇത്രയും യെശയ്യാ പ്രവാചകൻ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് ആരിന്മേൽ പതിഞ്ഞു? യേശുവിന്മേൽ പതിഞ്ഞു. കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ, പള്ളിയിൽ അനേകർ വരും, എന്നാൽ നമ്മുടെ ഫോക്കസ് എവിടെ? യേശുവിലേക്കായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പല വിഷയങ്ങളുണ്ടാവും, പല പ്രതികൂലങ്ങളും ഉണ്ടാവും, പല നഷ്ടങ്ങളും ഉണ്ടാവും. എങ്കിലും നമ്മുടെ കണ്ണ് അവനിലേക്ക് പതിയണം. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് അവൻ പതിവ് പോലെ വചനം വായിക്കുമായിരുന്നു. വചനമാകുന്ന ദൈവം
ഈ വചനമാണ് ദൈവം ചെന്ന് പള്ളിയിൽ ചെന്നിട്ട് വചനം തന്നെ വായിക്കുക. എന്തിനു വേണ്ടി? പിന്നീട് വരുന്ന ഒരു തലമുറകൾക്ക് വേണ്ടി. അതുകൊണ്ട് അവന്റെ സകലരുടെയും പള്ളിയിലുണ്ടായിരുന്ന സകലരുടെയും കണ്ണ് യേശുവിലേക്ക് പതിഞ്ഞു. നിവർക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എന്റെ കണ്ണ് ദൈവത്തിലേക്ക് പതിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആദ്യം വായിച്ചതുപോലെ ഒരു ശത്രുവിന് നിന്നെ തൊടുവാനായിട്ട് കഴിയില്ല. ഒരു ശത്രുവിനും ഒരു ആഭിചാരത്തിന് നിന്നെ തൊടുവാൻ കഴിയില്ല. വചനം പറയുന്ന ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല. ലക്ഷണ വിദ്യ ഇസ്രായേലിന് ഏൽക്കുകയില്ല. നമ്മൾ നാട്ടിൽ ചെന്നാൽ പലരും പറയും അവൻ ആഭിചാരം ചെയ്തു, കൂടോത്രം ചെയ്തു. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവം അതിനെ അനുവദിക്കുകയില്ല. ഇസ്രായേൽ, നമ്മൾ പുതിയ നിയമം ഇസ്രായേലാണ്. നമ്മൾ വാഗ്ദത്ത സന്തതിയുടെ ഇസഹാക്കിന്റെ ഇത്തരം തലമുറക്കാരാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലെ ഒരു ബാധയും നിന്റെ കൂടാതെ എടുക്കുകയില്ല. സകലരുടെയും കണ്ണ് യേശുവിൽ പതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് പോയാട്ട് ലൂക്ക് 14:1 14:1. പ്രൈസ് ദി ലോർഡ്. അവർ അവനെ ഉറ്റുനോക്കിക്കൊണ്ടു. പരീക്ഷ പ്രമാണികളിൽ ഒരുത്തന്റെ വീട്ടിൽ യേശു ഭക്ഷണം കഴിപ്പാൻ ചെന്നു. നോക്കിക്കോണം, നമ്മളെ കൊണ്ട് കൊടുക്കാൻ നോക്കുന്നത് എന്താണ്? ഈ വിളിക്കുന്ന എല്ലാം ശബത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ശബത്തിൽ ഒരു വേലയും ചെയ്യുന്ന ന്യായപ്രമാണം പറഞ്ഞത് ഇവർക്കറിയാം. പക്ഷെ യേശുവിനെ വിളിക്കുന്നത് എങ്ങോട്ടാ? ശബത്തിൽ കഴിക്കാൻ വേണ്ടി. എവിടെയാ? പരീക്ഷ പ്രമാണികൾ. നമ്മുടെ രീതി പറഞ്ഞാൽ സെൻട്രൽ പാസ്റ്ററുടെ വീട്ടിൽ. സെൻട്രൽ പാസ്റ്ററുടെ വീട്ടിൽ യേശു വന്നിരിക്കുക. അവിടെ ഒരു രോഗമുണ്ട്. ഇവർക്ക് നേരത്തെ അറിയാം ഇന്ന വ്യക്തിക്ക് ഒരു അസുഖമുണ്ട്. എത്ര പ്രാർത്ഥിച്ചിട്ടും അത് സൗഖ്യമാകുന്നില്ല. ഇവർക്കറിയാം ഇവനെ കൊണ്ടുവച്ചാൽ ശബത്തിൽ യേശു സൗഖ്യമാക്കുമെന്ന്. അറിഞ്ഞുകൊണ്ട് യേശുവിന് പണി കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, നമ്മൾ ആരെടുത്ത് ഇടപഴകിയാലും വിവേചനാത്മാവിൽ വേണം. പ്രൈസ് ദി ലോർഡ്. കാണുന്ന എല്ലായിടത്തും പോയി കയറി ഇടപെടരുതേ. യേശുവിന് വേണ്ടി പണി കൊടുക്കാൻ നോക്കിയ പരീക്ഷ പ്രമാണി, അവിടെ മഹോദരമുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. യേശു അവനെ കണ്ടു, യേശു അവനെ സൗഖ്യമാക്കി. പക്ഷെ ഇവരെന്താ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നേ? ഈ യേശു ഇന്ന് ഇവനെ സൗഖ്യമാക്കുമോ? നമ്മളെ ചിലർ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പൈതൽ, നമ്മുടെ ജീവിതത്തെ ചിലർ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ യേശു ഇവരെ കാപട്യം അറിഞ്ഞിട്ട് ആ മനുഷ്യനെ സൗഖ്യമാക്കി. എന്ത് പ്രതികൂലമായിക്കോട്ടെ, ദൈവത്തിനൊപ്പം നാം എടുത്ത തീരുമാനമാണ് വലുത്. നമ്മൾ എടുത്ത വിശ്വാസമാണ് വലുത്. കുഞ്ഞുങ്ങൾ, നിങ്ങൾ സ്നാനപ്പെട്ടു, നിങ്ങളെടുത്ത തീരുമാനമാണ് വലുത്. നിങ്ങൾ ആരെ കണ്ടാണ് സ്നാനപ്പെട്ടത്? ആർക്ക് വേണ്ടി, ആരെ വിശ്വസിച്ചാണ് സ്നാനപ്പെട്ടത്? യേശുവിന് വേണ്ടി നിൽക്കും. പലരും നമ്മെ പിന്തിരിപ്പിക്കാൻ നോക്കും, പലരും നമ്മെ പുറകെ നോക്കി പേടിപ്പിക്കും. എന്നാൽ യേശു അവനെ സൗഖ്യമാക്കി. പരീക്ഷ പ്രമാണിയായിക്കോട്ടെ, എത്ര വലിയ തമ്പുരാന്മാരായിരുന്നാലും, ഈ ലോകത്തിലെ എത്ര ഉന്നത പ്രമാണിയായിരുന്നാലും, നമ്മൾ എടുത്ത തീരുമാനത്തിന് പിന്നോട്ട് പോകരുത്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? റീക്ക് മനസ്സിലാവുന്നുണ്ടോ? സാം മനസ്സിലാവുന്നുണ്ടോ? സിയോനിക്ക് മനസ്സിലാവുന്നുണ്ടോ? യേശു അവനെ എന്തു ചെയ്തു? സൗഖ്യമാക്കി. പരീക്ഷ പ്രമാണിയിൽ എത്ര ഉറ്റു നോക്കിയാലും യേശു തമ്പുരാന് വിഷയമല്ല കേട്ടോ. നിന്റെ ജീവിതത്തിൽ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ എത്ര ഉറ്റു നോക്കിയാലും യേശു തമ്പുരാൻ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. ഇന്ന് വിശ്വസിക്ക്. ഏത് മേഖലയായിരുന്നാലും എത്ര പേര് നിന്നെ പേടിപ്പിക്കാൻ നോക്കിയാലും അത് സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ അതങ്ങനെ നടക്കത്തില്ല, അല്ലെങ്കിൽ നീ അതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഉറ്റു നോക്കി നമ്മൾ പേടിപ്പിക്കുന്ന ചില വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് യേശു പറയുകയാണ്, ഞാൻ നിന്നെ സൗഖ്യമാക്കും. ആ മഹോദരമുള്ള മനുഷ്യനെ ദൈവം അവിടെ സൗഖ്യമാക്കി. ലജ്ജിച്ചതാരാണ്? പരീക്ഷ പ്രമാണികളും. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരിക്കാം. എന്തുമായിക്കോട്ടെ, ഉറ്റു നോക്കിയവർ എന്ത് ചെയ്തു? ഇപ്പോൾ മഹോദരമുള്ള സൗഖ്യമായ മനുഷ്യനെ ഉറ്റുനോക്കുക. ഇതെന്റെ ഭാവനയിലാണ്, ബൈബിളിൽ പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് പറഞ്ഞതുപോലെ ഒരു എലയാസ്, ഒരു പരിശുദ്ധാത്മാവ് നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പൈതലേ, ആരാധനയ്ക്ക് ശേഷം നീ എങ്ങനെ പോകുന്നു, എവിടെ പോകുന്നു എന്ന് പരിശുദ്ധാത്മാവ് ഉറ്റുനോക്കുന്ന ഒരു അനുഭവം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മനുഷ്യരുടെ കണ്ണു വെട്ടിക്കാം, എന്നാൽ അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവനെ വെട്ടിക്കുവാൻ കഴിയില്ല.
അഗ്നിജ്വാലിക്കത്ത് കണ്ണുള്ള നസ്രാന യേശുവിനെ നിനക്ക് വെട്ടിക്കുവാൻ കഴിയില്ല. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധിയും വേർപാടുമുണ്ടോ? ന്യായപ്രമാണത്തിൽ ഊറിയും തുമ്മിയും വിശുദ്ധിയും സത്യവും അവരുടെ ജീവിതത്തിൽ ആവശ്യമായിരുന്നുവെങ്കിൽ പുതിയ നിയമസഭയാ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഡോക്ടർ പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുകയും. ദൈവത്തിന്റെ പൈതലെ, എന്ത് പ്രതികൂലത്തിൽ നിന്നാലും ആര് നിന്നെ ഉറ്റുനോക്കിയാലും ഭാരപ്പെടരുതേ. പിന്നെ മുന്നോട്ട് പോകാൻ ലൂക്കോസിന്റെ സുവിശേഷം 22:56 22:56 ഒരു ബാലിക്കാരത്തി പത്രോസിനെ ഉറ്റുനോക്കി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അവൻ തീവട്ടത്തിനടുക്കെ ഇരിക്കുന്നത് ഒരു ബാലിക്കാരത്തി കണ്ടു. അവനെ ഉറ്റുനോക്കി. ആരെ ഉറ്റുനോക്കി? പത്രോസിനെ. അവിടെ അവൻ എന്ന് പറയുന്ന ആരാണ്? പത്രോസിനെ ഉറ്റുനോക്കി. കാരണം പത്രോസ് എന്ന് പറയുന്നത് ഒരു അവൻ എടുത്തു ചാടുന്നുവെങ്കിലും ഒരു ഹൃദയം നിർമ്മലമുള്ള മനുഷ്യനാണ്. പ്രൈസ് ദി ലോർഡ്. അനേക ശിഷ്യന്മാർ മാറിപ്പോയി പോലും യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ന്യായവിസ്താരം നടക്കുന്ന പുറയിൽ പോയ ഒരു മനുഷ്യനാണ്. യേശു അതിനു മുമ്പ് പറഞ്ഞ വാക്കുകളൊക്കെ മറന്നുപോയി. പക്ഷേ അവിടെ ഒരു തീകായ നിന്നപ്പോൾ ഒരു ബാലിക്കാരത്തി അവനെ ഉറ്റുനോക്കി. കാരണം എന്തുവാ? ഇവന്റെ സംസാരവും ഇവന്റെ ശൈലിയും എല്ലാം ആ നസ്രാനായ യേശുവിനെ പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവർക്ക് മനസ്സിലായി, ഇവ വന്നിരി അനേകരവിടെ ചൂട് കിട്ടാൻ ഇരിപ്പുണ്ടെങ്കിലും ഓരോരുത്തരെ നോക്കി ഉറ്റുനോക്കിയിട്ട് പറയാ, നീയും അവന്റെ കൂടെ ഉള്ളതല്ലയോ എന്ന് പറഞ്ഞ് ബാലിക്കാരത്തി അവനെ ഉറ്റുനോക്കി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, 2-ാം വാക്യം പറയുന്നു എന്തുവാ? പത്രോസും യോഹന്നാനും കൂടി അവനെ ഉറ്റുനോക്കി. അപ്പോസ്തല പ്രവൃത്തി 3:2. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3:4 3:4 മതി. പ്രൈസ് ദി ലോർഡ്. മുമ്പ് വായിച്ച വാക്യം എന്ന് ബാലിക്കാരത്തി പത്രോസിനെ ഉറ്റുനോക്കി. ബാലിക്കാരത്തി പത്രോസിനെ ഉറ്റുനോക്കിയപ്പോൾ കുറച്ച് 3 പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോൾ യേശു പത്രോസിനെ ഒന്ന് നോക്കി. ദൈവത്തിന്റെ പൈതലേ, പത്രോസിനെ ബാലിക്കാരത്തി ഉറ്റുനോക്കിയപ്പോൾ 3 പ്രാവശ്യം തള്ളി പറഞ്ഞതിന് ശേഷം യേശു കർത്താവ് പത്രോസിനെ ഒന്ന് നോക്കി. ആ ഒറ്റ നോട്ടത്തിൽ പത്രോസിന് കാര്യം പിടികിട്ടി. ക്ലാസ് എടുത്തപ്പോൾ പാസ്റ്റർ ക്ലിയർ ആയിട്ട് പറഞ്ഞ കുഞ്ഞുങ്ങളുടെ അടുത്ത് പത്രോസിന് കാര്യം പിടികിട്ടി. അന്നേരം ഓർത്ത് അതിദുഃഖത്തോടെ പോയി കരഞ്ഞു. തന്റെ പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരമായി. യേശു ഉയർത്തപ്പെട്ടു. പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചതിന് ശേഷം പത്രോസും യോഹന്നാനും കൂടി സുന്ദരം എന്ന ഗോമേ ദേവാലയത്തിൽ ചെന്നിട്ട് അവിടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനിരുന്ന് അവനെ എന്ത് ചെയ്തു? യോഹന്നാനുടെ കൂടെ ഉറ്റുനോക്കി. ഒരു ബാലിക്കാരുടെ ഉറ്റുനോക്കിന് മുമ്പിൽ യേശുവിനെ തള്ളി പറഞ്ഞ വ്യക്തി ആത്മാവിന്റെ അഭിഷേകം വന്നപ്പോൾ ഒരു രോഗിയെ ഉറ്റുനോക്കുകയാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു ബാലിക്കാരത്തിയുടെ മുമ്പിൽ പതറിപ്പോയ പത്രോസ് ആത്മാവിന്റെ അഭിഷേകം വന്നപ്പോൾ ഇതാ ഒരു രോഗത്തിന്റെ ആത്മാവിനെ ഉറ്റുനോക്കിയ. അവനെ ഉറ്റുനോക്കിയെങ്കിലും അവനിൽ കുടിയിരിക്കുന്ന രോഗത്തിന്റെ ആത്മാവിനെ ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു, നസ്രായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക്. കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ബലഹീന നേരത്ത് ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് പൗലോസിനെ പറഞ്ഞതുപോലെ എന്റെ കൃപ നിനക്ക് മതി. എന്റെ കൃപ മതി. ഡോക്ടർ ചെറിയ ക്ലാസ് എടുത്തപ്പോൾ അതിന്റെ എന്തിനെ സ്റ്റേറ്റ് ചെയ്യുന്നു? നീക്കുന്നു അനോയിന്റിങ്. ഇന്ന് പൽക്കാലം നിങ്ങൾക്കത് വേണ്ടേ? കുഞ്ഞുങ്ങൾ വേണോ? നമുക്ക് വേണ്ടേ? പ്രാർത്ഥനയോടിരിക്കുന്ന നിങ്ങൾ അനുഭവിക്കും. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിങ്ങൾ കയറണം. പ്രൈസ് ദി ലോർഡ്. ഒരു അനോയിന്റിങ് പ്രാപിച്ചിട്ട് ഇൻക്ലൂഡിംഗ് ബിബിൻ എന്ന പൽക്കാലം അനോയിന്റിങ് വേണം. അതില്ലെങ്കിൽ, ശക്തിയില്ലെങ്കിൽ ഒരു പത്രോസിനെ പോലെ ഒരു ബാലിക്കാരത്തിന്റെ വാക്കിൽ യേശുവിനെ തള്ളിപ്പറയും. ദൈവത്തിന്റെ പൈതലെ, പലരും നമ്മളെ ഉറ്റുനോക്കി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് ബായ്ക്കടുപ്പിക്കാൻ നോക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാഭിഷേകം ഇല്ല എങ്കിൽ നമുക്ക് ശത്രുവിൽ ഉറച്ചു നിൽക്കാൻ കഴിയില്ല. പലപ്പോഴും പത്രോസിന്റെ ജീവിതത്തിൽ വന്നുപോലെ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. ദൈവത്തിന്റെ പൈതലെ ഇന്ന് പൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഇന്ന് പൽക്കാലം ഏൽപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന പൈതലെ ഇന്ന് പൽക്കാലം യേശുവിന്റെ നാമം മഹത്വപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നാം പ്രാപിച്ചുകൊണ്ടേ ഇന്ന് ഇവിടുന്ന് കടന്നു പോവുകയുള്ളൂ. പത്രോസിനെ പോലെ രോഗത്തിന്റെ ആത്മാവിനെ നോക്കിയിട്ട് രോഗത്തിന്റെ ആത്മാവിനെ ഉറ്റുനോക്കിക്കൊണ്ട് അവനെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കണമെങ്കിൽ ആത്മാവിന്റെ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വേണം.
ഞാൻ കുഞ്ഞുങ്ങളെ ഉദ്ധരിക്കുന്നുവെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇത് പുതുക്കമാണ്. പ്രൈസ് ദി ലോർഡ്. അതാ യേശു പറഞ്ഞത്, ഇപ്പോൾ പിടിച്ച മീനെ ഇനി കൊണ്ടുപോവാ. ഇപ്പോൾ പിടിച്ച മീൻ ഒരു അനുഭവമുണ്ട്, അതിനെ കരക്കിട്ടാൽ ഇത് മറന്നും എങ്ങനെ കിടക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അവസാനം ഇത് ചാവത്തുള്ളൂ. അങ്ങനെ ഒരു പുതുക്കത്തിൻ്റെ അനുഭവം. നമ്മൾ ആരും തികഞ്ഞവരല്ല. അതാ പൗലോസ് പറയുന്നത്, വല്ല വിധേനെ ഞാൻ തികഞ്ഞവനെന്നല്ല. പൗലോസ് പറയുക, ഞാൻ തികഞ്ഞവനെന്നല്ല, വല്ല വിധേനെ അത് പ്രാപിക്കണമെന്നുള്ളത്. നമുക്ക് ആർക്കും തികഞ്ഞവനെന്ന് പറയാനൊരു സർട്ടിഫിക്കറ്റ് നമുക്കില്ല. നമ്മളെല്ലാം ബലഹീനരാ ദൈവത്തിന്റെ പൈതലെ. ഒരു മനുഷ്യൻ തികഞ്ഞവനല്ല, ഒരു മനുഷ്യൻ തികഞ്ഞവനല്ല. പൗലോസ് ഇത്രയും ആത്മാക്കളെ നേടി, ഇത്രയും സഭകൾ സ്ഥാപിച്ച പൗലോസ് പോലും പറയുക, ഞാൻ ഒട്ടും തികഞ്ഞവനല്ല. പക്ഷെ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറക്കുന്നു, മുമ്പിലുള്ള പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. ദൈവത്തിന്റെ പൈതലെ, വേഗം മുന്നോട്ട് പോകാം. നമുക്ക് ഇന്ന് പിള്ളേർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഇവിടുന്ന് പോകാം. ഇന്ന് ഞാൻ ഒന്നുകൂടി പറയാൻ കുറച്ച് താമസിച്ചാലും ഇന്നൊരു അനുഭവത്തിലേക്ക് കയറണം ദൈവത്തിന്റെ പൈതലെ. ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ? ആർക്കെങ്കിലും വിശക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വിശപ്പുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് വചനത്തിന്റെ വിശപ്പ് മാത്രം ഇന്ന് പറയുക. ഓ പ്രൈസ് ദി ലോർഡ്. ഗ്രേസ് വേ ചർച്ച് ഇത്രയും നമ്മൾ ആത്മീയമായി വളർന്ന് ഓർത്ത് കിടത്താണ് സ്തുതിക്കുന്നു. മുന്നോട്ട് പോട്ടെ. അപ്പം പത്രോസിന്റെ ഉറ്റുനോക്കിയെങ്കിൽ നേരെ പോട്ടെ. 6:15 എടുത്ത മോനെ, ആക്സ് 6:15, 6:15. ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി. പ്രൈസ് ദി ലോർഡ്. ന്യായാധിപ സംഘത്തിലുള്ളവർ ആരെ ഉറ്റുനോക്കി? ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ എല്ലാവരും അവനെ ഉറ്റുനോക്കി. അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു. ദൈവത്തിന്റെ പൈതലെ, ഒരു അടുക്കളയിൽ എല്ലാവർക്കും ചോറ് വിളമ്പിക്കൊടുത്തിരുന്ന ഒരു സ്തേഫാനോസ്, അവനിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവനെ പ്രതികൂലത്തിൽ നിൽക്കുന്നവർ, അവനെ വിസ്തരിക്കാൻ നിൽക്കുന്നവർ ഇതാ സ്തേഫാനോസിനെ നോക്കുകയാണ്. അവനെ ഉറ്റുനോക്കി. പ്രൈസ് ദി ലോർഡ്. അവനെ ഉറ്റുനോക്കിയിട്ട് എന്തോ കണ്ടത്? അവന്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ കണ്ടു. ഇന്ന് പകൽക്കാലം നമ്മുടെ ശത്രു നമ്മളെ ഉറ്റുനോക്കുമ്പോൾ, പ്രതികൂലത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു സ്തേഫാനോസിന്റെ അനുഭവത്തിലൂടെ കടന്നു ദൈവത്തിന്റെ പൈതലേ, നിന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ അവർ നിന്നെ ഉറ്റുനോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും, ഇത് ചുമ്മാ കളിയല്ല, ഇവനൊരു പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലാണ്. എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയും? ദൈവത്തിന്റെ റൂമുകളിൽ ഇരുന്ന് നിന്റെ റൂമുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്നെ നിന്നെ നോക്കി ശത്രു ലജ്ജിക്കട്ടെ. നിന്നെ നോക്കി ശത്രു ലജ്ജിക്കട്ടെ. ന്യായാധിപ സംഘത്തിൽ പരീക്ഷ പ്രമാണികൾ എല്ലാം ഉണ്ട്. അവനുടെ സ്തേഫാനോസിൽ നോക്കുമ്പോൾ ഇവൻ ചില്ലറക്കാരനല്ല, ഒരു ദൈവദൂതനെ പോലെ കണ്ടു. ഇതാ ന്യായാധിപ സംഘത്തിൽ ഇരുന്നവർ സ്തേഫാനോസിനെ നോക്കിയെങ്കിൽ നേരെ ഓപ്പോസിറ്റിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 23:1 വായിച്ചേ, 21:1. ഇതാ പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി. അത്ര മതി. പ്രൈസ് ദി ലോർഡ്. മുമ്പേ വായിച്ചത് എന്തുവാണ്? ന്യായാധിപ സംഘത്തിലുള്ളവർ സ്റ്റീവനെ ഉറ്റുനോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റിലേക്ക് ഇതാ പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കുകയാണ്. ദൈവത്തിന്റെ പൈതലെ, പൗലോസ് എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? പൗലോസ് ക്രൂശിന്റെ അടയാളം തന്റെ ജീവിതത്തിൽ വായിക്കുന്നത് കൊണ്ട് അവനെ വിസ്തരിക്കാനിരിക്കുന്ന പരീക്ഷന്മാരും അവിടെ ജഡ്ജസിനും ഒക്കെ നോക്കി തിരിച്ചങ്ങോട്ട് നോക്കിയിട്ട് അവരിലേക്ക് ദൈവത്തിന്റെ വചനം കൊടുക്കുന്ന ഒരു പൗലോസ്. പ്രൈസ് ദി ലോർഡ്. സ്തേഫാനോസിന്റെ മുഖം ആ ഒരു ദൈവദൂതനെ പോലെ അവർക്ക് തോന്നി. ഇതേ ചോദ്യം, ഇതേ ഓപ്പോസിറ്റ് വേർഷനിലേക്ക് വരുമ്പോൾ പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി അവരിലേക്ക് യേശുവിനെ കൊടുത്തു. ചരിത്രം മുഴുവൻ അവരിലേക്ക് പറഞ്ഞു. യേശു പരിശുദ്ധാത്മാവേ പൗലോസിന് പറയുക, പൗലോസ് നീ ഭാരപ്പെടരുത്, നിന്നെ യെരൂശലേമിൽ നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നെ തകർത്തുകളാണ് എത്ര ഓളങ്ങൾ വന്നാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും, ദൈവത്തിന്റെ പൈതലെ എത്ര കടലിലെ കോള് ഇളകിയാലും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ യെരൂശലേമിൽ നിന്റെ ദൈവത്തെ ഉയർത്തിയതുപോലെ, യെരൂശലേമിൽ ദൈവത്തിന്റെ ഉയർത്തിയതുപോലെ പൗലോസേ നിന്നെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. നീ റോമയിലും കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടവനാ. നിന്നെ ഒതുക്കളാൻ ഒരു ന്യായാധിപ സംഘത്തിനും പറ്റുകയില്ല, ഒരു മനുഷ്യന്റെ നിയമത്തിനും പറ്റുകയില്ല. ഇതാ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെയുണ്ട്. താങ്ക് യു ലോർഡ് ജീസസ്. പ്രൈസ് മുന്നോട്ട് വേഗം പോകാം. അത് കഴിഞ്ഞിട്ട് ആക്സ് 7:55 വായിച്ചേ, 7:55 വായിച്ചേ. പ്രൈസ് ദി ലോർഡ്.
എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ. യേശുവിന്റെ രക്തതാഴ്ച. പ്രൈസ് ദി ലോർഡ്. മതി. പ്രൈസ് ദി ലോർഡ്. മുമ്പേ വായിച്ച വാക്യം, ന്യായാധിപ സംഘത്തിലുള്ളവർ സ്തേഫാനോസിനെ ഉറ്റുനോക്കിയപ്പോൾ സ്തേഫാനോസിനെ ഇവർക്ക് എന്തുപോലെ തോന്നി? ദൈവദൂതനെ പോലെ തോന്നി. ഇവിടെ കല്ലേറും കൊണ്ട് രക്തം വാർന്നൊലിക്കുമ്പോൾ, നാം തന്റെ ജീവിതത്തിന്റെ മരണത്തോടടുക്കുമ്പോൾ, സ്തേഫാനോസ് മുകളിലിട്ട് ഒന്ന് ഉറ്റുനോക്കി. ചുമ്മാ നോക്കിയതല്ല. എങ്ങനെ നോക്കിയേ? ഉറ്റുനോക്കി. ചില അനുഭവം വേണോ? ചില ദർശനങ്ങൾ വേണമോ? ചില ദർശനങ്ങൾ വേണമോ? ആ വചനത്തിൽ ചില മർമ്മങ്ങൾ വെളിപ്പെടണമോ? ആ വചനത്തിലേക്ക് ഒന്ന് ഉറ്റു നോക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേ ഒന്ന് ഉറ്റു നോക്കി വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേ എത്ര തിരിയാതെ, എത്ര മനസ്സിലാകാത്ത മർമ്മങ്ങളും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമെന്നേ. ആമേ എത്ര ഹാർഡായിരുന്നാലും നിനക്കത് വെളിപ്പെടുത്തി തരും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എന്നെ നിന്നെ ഒരു ദൈവദൂതനെ പോലെ നോക്കുന്നുവെങ്കിൽ നിന്റെ അവസാന സമയത്ത് നിന്നെ പ്രതികൂലത്തിൽ നിന്നുകൊണ്ട് ആമേ സ്വർഗത്തിലേക്കൊന്ന് ഉറ്റുനോക്കി. എവിടെ കിടന്ന സ്തേഫാനോസാ? മറ്റവർക്ക് വെച്ച് വിളമ്പി കൊടുത്ത് പാത്രം കഴുകിക്കൊടുന്ന സ്തേഫാനോസിലേക്ക് ദൈവീയ കൃപ വന്നപ്പോൾ ഇതാ സ്വർഗത്തിലേക്ക് നോക്കി. ഒരു സൈഡ് വേദനയുണ്ട്, മറ്റുള്ള കല്ലെറിയുന്ന വേദനയുണ്ട്. കല്ലെറിയുന്നതിനേക്കാൾ വേദന ചില വാക്കുകളുടെ വേദന. ഇതുപോൽ ദൈവത്തിന്റെ പൈതലേ, ആ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ കാണേണ്ടവനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. കാണേണ്ടവനെ കണ്ടെന്നേ. ഉറ്റു നോക്കുന്നവർക്ക് കാണുവാൻ പറ്റും. ചുമ്മാ നോക്കിയാ പോരാ, ഉറ്റു നോക്കുന്ന സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ആമേ എന്ത് കണ്ടു? ആമേ യേശു കർത്താവ് അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാ. ആമേ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഒരാൾ നമ്മളെ ആമേ അംഗീകരിക്കുമ്പോൾ, നമ്മളോട് കൂടുതൽ ബഹുമാനം തോന്നുമ്പോൾ, ഒരുപക്ഷെ എഴുന്നേറ്റ് നിന്ന് ക്ഷയിക്കാണ്ട് തരും. ഇവിടെ യേശു കർത്താവിന് ഇരിക്കാൻ കഴിയുന്നില്ല. കാരണം അടുത്ത നിമിഷം അവൻ എൻ്റെ അടുത്ത് വരും. സ്തേഫാനോസിനു വേണ്ടി യേശു കർത്താവ് സ്വർഗത്തിൽ എഴുന്നേറ്റ് നിന്നു. കാരണം എന്ത്? സ്റ്റീഫൻ ഉറ്റു നോക്കുക, കർത്താവേ അടുത്ത നിമിഷം ഞാൻ അങ്ങയുടെ മടിയിലാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത നിമിഷം അങ്ങയുടെ മടിയിലാണ് ഞാൻ. എന്ത് കണ്ടു? യേശു കർത്താവിനെ കണ്ടു. എന്തിനു വേണ്ടി താൻ അടികൊണ്ടത്? എന്തിനു വേണ്ടി താൻ കല്ലേറ് കൊണ്ടത്? യേശുവിന്റെ നാമത്തിന് വേണ്ടിയാണ്. യേശു നമ്മളെ കൈവിടുകയില്ല. ദൈവത്തിന്റെ പൈതല് ഒരു സ്റ്റെപ്പ് യേശുവിന്റെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ആമ കുടുംബത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ, യേശു കൈവിടുകയില്ല നിന്റെ അവസാന സമയം വരെയും. അതാ പറഞ്ഞ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെയുണ്ട്, നിന്നെ അനാഥനായി വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലേക്ക് ഉറ്റു നോക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് യേശുവിനെ കാണണമോ? ചുമ്മാ നോക്കിയ പോരാ, ഒരു ആത്മാർത്ഥതയോട് നോക്ക്. ഗ്ലോറി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഇന്ന് ദൈവത്തിന്റെ ആത്മ തൊടുന്ന പകൽക്കാലമാ. ആമേ സ്റ്റീഫൻ അവർ യേശുവിനെ കണ്ടെങ്കിൽ നിറഞ്ഞവനായി അവയെ പരിശുദ്ധാത്മാ നിറഞ്ഞവനായ നോക്കിയത്. പ്രേക്ഷ യേശുവിനെ കാണണമെങ്കിൽ എന്ത് വേണം? അപ്പം യേശുവിനെ കാണണമെങ്കിൽ എന്ത് വേണം? അഭിഷേകം വേണം. സ്തേഫാനോ പരിശുദ്ധാത്മാ നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. പരിശുദ്ധാത്മാ നിറഞ്ഞവനായി ഉറ്റുനോക്കിയപ്പോൾ കാണേണ്ടവനെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. പിതാവ്, ഞാൻ വേഗം വരുന്ന അരുളിച്ചത് കർത്താവിനെ കണ്ടെന്ന്, സ്വർഗത്തിൽ യേശുവിനെ കണ്ടെന്ന്. എങ്ങനെ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ആമേ നിന്റെ കിടപ്പുമുറിയിൽ യേശുവിന് വേണ്ടി ഒരു മിനിറ്റ് കൊടുക്കുന്നുവെങ്കിൽ, ആത്മനിയോഗത്തോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇന്ന് വൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആമേ കാണേണ്ടവനെ നീ കാണൂ, കാണേണ്ടവനെ കാണൂ. ആമേ എത്ര പ്രതികൂലത്തെ നടുവ്, എത്ര വേദനപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലായിരുന്നാലും കാണേണ്ടവനെ നീ കാണുമെന്ന്. എന്നാൽ എന്തു വേണം? പരിശുദ്ധാത്മാവിൽ നിറയണം. ഗ്ലോറി. ആമേ ഹല്ലേലൂയ. എന്ന വൽക്കാലം ഞാൻ മുന്നോട്ട് പോട്ടെ. അവസാനത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 13:9. നിവർക്കാലം ദൈവത്തിന്റെ പൈതലെ, നമ്മൾ ദൈവത്തെ എന്ന് ആരാധിച്ചിട്ടേ പോകും. ദൈവത്തിൽ നിന്ന് വചനം ആമേ ഇന്ന് അഭിഷേകം പ്രാപിച്ച കാണാം. 13:9. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എവിടെ തുടങ്ങിയത്? എലയാസർ റെബേക്കയെ ഉറ്റുനോക്കി. നിവർക്കാലം പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു,
സഭയിലെ മണവാട്ടിയാകുന്ന നമ്മൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവ് നമ്മളെ ഉറ്റുനോക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പോലെ തൻ്റെ കാന്തയും തന്നെ താൻ ഒരുക്കി കാത്തിരിക്കുന്നുവല്ലോ. കറാവാട്ടം മാലിന്യം ഒന്നും ഏശാത്ത ഒരു നിർമ്മല കന്യകയെ ചേർക്കുവാനാണ് യേശു കടന്നു വരുന്നത്. ഒരു പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിക്കണമേ. എത്ര പേർക്ക് കാലം താഴ്ച നമ്മുടെ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നിൽക്കാൻ കഴിയാത്തവർ അവിടെ ഇരിക്കാം, കുഴപ്പമില്ല. ആരെയും ബുദ്ധിമുട്ടി. എന്നാൽ എല്ലാവരും ഞാൻ പറയുന്നു, ഈ കസേര രണ്ടെണ്ണം പൊറോട്ടാക്കാമെങ്കിൽ എല്ലാവരും ഒന്ന് ഒരുമിച്ച് നിൽക്കാമോ? ഇന്ന് ആത്മാവിന്റെ അഭിഷേകമുണ്ട്, ഇന്നൊരു ആത്മാവിന്റെ ഒരു അഭിഷേകമുണ്ട്. ആമ ഇന്ന് പൽക്കാലം ആമ എല്ലാ മുൻവീതികളും മാറി ആമ മുന്നോട്ട് നടത്തുക, യേശുവിന്റെ നാമത്തില്.